തിരുവനന്തപുരത്ത് ബി.ജെ.പിക്ക് അട്ടിമറി ജയം. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് മാത്രം ഇത്ര വമ്പൻ വിജയം ഉണ്ടാക്കാൻ സാധിച്ചത്? തീർച്ചയായിട്ടും ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ തികച്ചും പ്രൊഫഷണലായ നടപടിക്രമങ്ങളും ആ നേതൃത്വവും ഒക്കെ കാരണമാണ്. പക്ഷേ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പോലും കടപ്പെട്ടിരിക്കുന്നത് മറ്റൊരാളോടാണ്. അതാണ് ശ്രീമതി ആര്യ രാജേന്ദ്രൻ. ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ നിലവിലുള്ള നേതാവിനെ മാറ്റി നിർത്തുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ? 5 വർഷം തിരുവനന്തപുരത്തെ നയിച്ച ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഈ ഇലക്ഷനിൽ കളത്തിലേ ഇല്ലായിരുന്നു. ഒരു കുടുംബയോഗത്തിലോ ഒരു വാർഡ് മീറ്റിങ്ങിലോ പോലും അവരെ പങ്കെടുപ്പിച്ചില്ല. കാരണം അവരെ കണ്ട ആൾക്കാർ ജൂലെടുക്കും. തന്റെ 1ാം വർഷം മുതൽ അങ്ങോട്ട് കോൺട്രവേഴ്സികളായിരുന്നു എന്നും എക്കാലവും. ജനങ്ങൾ അത്രയും വെറുത്തുപോയി. അതുകൊണ്ട് തന്നെയാണ് മാറ്റി നിർത്തിയത്. പിന്നെ എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ മുൻപ് തന്നെ മാറ്റി നിർത്താതിരുന്നത്? അതാണ് ഇടതുപക്ഷത്തിന്റെ നയമെന്ന് പറയുന്നത്. എത്ര കുറ്റവാളിയാണെങ്കിലും കൂടെ ചേർന്ന് നിർത്തും. അത് എസ്.എഫ്.ഐയുടെ ആർഷോയാണെങ്കിലും ആ വാഴക്കുല ഡോക്ടറേറ്റ് ആണെങ്കിലും എല്ലാവരും അതെ. പക്ഷെ അതിനെ ജനം വെറുക്കുന്നു. ഏത് കുറ്റവാളിയെയും കൂടെ കൂട്ടാനുള്ള ആ ഇടതുപക്ഷ നയത്തോട് തന്നെ ജനങ്ങൾക്ക് വെറുപ്പാണ്. തെറ്റ് ചെയ്താൽ മാറ്റി നിർത്തണം, ശിക്ഷിക്കണം, മാതൃകാപരമായി തന്നെ. അത് ചെയ്യാൻ പലപ്പോഴും ഇടതുപക്ഷം വിമുഖത കാണിക്കുന്നു. അത് തന്നെയാണ് പ്രധാന പ്രശ്നം. പക്ഷെ അതുകൊണ്ടൊന്നും ജനങ്ങളുടെ രോഷം തീരുന്നില്ല. ഇടതുപക്ഷത്തിന് പകരം അവര് ബി.ജെ.പിക്ക് വോട്ട് ചെയ്തു. നേരെ വിപരീതം കോൺഗ്രസിന് പോലുമല്ല. ഓർക്കണം, അപ്പോൾ ഒരു ജനവിരുദ്ധ വികാരം അവർക്കെതിരെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്താൽ ഇതേ വിരുദ്ധ വികാരമുണ്ട്. ഇടതുപക്ഷത്തോടല്ല, പക്ഷേ കപ്പിത്താനായ മുഖ്യമന്ത്രിയോട്. ഇടതുപക്ഷമില്ലാത്ത ഒരു കേരളത്തെ പറ്റി ജനാധിപത്യ വിശ്വാസികൾക്ക്, മലയാളികൾക്ക് ചിന്തിക്കാനാവുകയില്ല. പക്ഷേ ആ ഇടതുപക്ഷത്തിന്റെ നയങ്ങളില് പരിപാടികളൊക്കെ വെള്ളം ചേർക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി. ഒരു കാരണമല്ല, ഒരുപാട് കാരണങ്ങൾ. ഇതിന്റെ 40ലേറെ വാഹനങ്ങളുടെ അകമ്പടി, കരിങ്കൊടി കാണിക്കുന്നവരെ അടിച്ചൊതുക്കുക, യൂത്ത് കോൺഗ്രസുകാരെ ചെടിച്ചട്ടി വെച്ച് അടിച്ചത്, ഹെൽമറ്റ് വെച്ചും. അങ്ങനെ എന്തെല്ലാം വെറുപ്പിക്കുന്ന പരിപാടികളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള ജനരോഷമാണ് ഈ ഇലക്ഷൻ പ്രകടമാക്കപ്പെട്ടത്. പിന്നെ അമ്പലം കൊള്ളയോടുള്ള ആ ജനരോഷവും ഉണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് ഗവൺമെന്റ് വിരുദ്ധ വികാരമല്ല, മുഖ്യമന്ത്രി വിരുദ്ധ വികാരമാണ്. മുഖം മിനുക്കണമെങ്കിൽ, ഇടതുപക്ഷം തിരിച്ചു വരണമെങ്കിൽ ഒറ്റമാർഗമേ ഉള്ളൂ, നേതൃമാറ്റം. തീർച്ചയായിട്ടും ഇടതുപക്ഷ നേതാക്കന്മാർ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ പാഠം 2.